Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM 4 സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. ആദ്യത്തെ എക്സാമായി വരുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ആണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ദെൻ എക്സാം റിലേറ്റഡ് ലൈവ് ഇന്നലെ ആദ്യത്തെ ഒരു സെഷൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഇന്ന് ഈവനിങ്ങിൽ ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ദെൻ ഇന്ന് നമ്മളെപ്പോഴും ചെയ്യുന്നതാണ് ഓരോ എക്സാമിൻ്റെ തലേ ദിവസം ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും പാസ്സാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതാണ് നമ്മൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMനെ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മൾ എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഇടും ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഏതെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത ഞാൻ ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് 5 മൊഡ്യൂള് നോക്കണ സമയത്ത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. സോ ആ ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസിലോട്ട് ഡെപ്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോകാറില്ല. നമ്പർ 1. നമ്പർ 2, പ്രോബ്ലംസിന്റെ പെർസെൻറ്റേജ് ശരിക്കും സിലബസ് പ്രകാരം ഉള്ളതാണ്. ഒരു 40% പ്രോബ്ലംസ് സിലബസിൽ ഉള്ളതാണ്. ബട്ട് ഇതുവരെ പ്രോബ്ലംസ് എക്സാമിന് വന്നിട്ടില്ല ലാസ്റ്റ് ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഏരിയാസിലോട്ടാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ. അതുകൊണ്ട് തന്നെ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ അതിലത്തെ എല്ലാ കാര്യങ്ങളും പരമാവധി കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ഫസ്റ്റ് മൊഡ്യൂള്. നമുക്ക് എസ്സേ ഉണ്ടാവാറുണ്ട്, ചില സമയത്ത് 2 എസ്സേ വരെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. ദെൻ അതിനുശേഷം 2 വെയിറ്റേജിന്റെ ചോദ്യം ഒരു 2 എണ്ണം വരാറുണ്ട്. പാർട്ട് ബിയില് 3 വെയിറ്റേജിന്റെ ചോദ്യം ഒരു 2 എണ്ണം വരാറുണ്ട്. ദെൻ അത് മാത്രമല്ല, ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ പല കാര്യങ്ങളുടെയും എക്സ്റ്റൻഷൻ ചാപ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ള. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാൽ തന്നെ പാസ്സാകാനുള്ള മാർക്കിന്റെ അടുത്ത് അവിടെ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. സോ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത് പഠിക്കേണ്ടത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ 2 വെയിറ്റേജും അതുപോലെ തന്നെ 3 വെയിറ്റേജും ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് കാണുന്നത്. പിന്നെ 5th പഠിക്കുക. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് 5th പഠിച്ചാൽ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാസ്സാകാൻ സാധിക്കും. ദെൻ ഹൈ സ്കോറിലോട്ട് പോകണമെങ്കിൽ ഓപ്ഷൻ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ചാപ്റ്റർ നമ്പർ 3ഉം 4ഉം. അതിൽ കൂടുതൽ ചോദ്യങ്ങൾ വരാറ് ചാപ്റ്റർ നമ്പർ 4ൽ നിന്നാണ്. ബേസിക്സ് ഒക്കെ നമുക്ക് ചാപ്റ്റർ നമ്പർ 3ലും കാണാറുണ്ട്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ 2 ചാപ്റ്ററിലും കാണാൻ സാധിക്കുമെങ്കിലും പ്രോബ്ലംസും ഡെപ്തിലുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊന്നും എക്സാമിന് ചോദിക്കാറില്ല. നിങ്ങൾ ബേസിക് കാര്യങ്ങളിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ നല്ല മാർക്കിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മളെപ്പോഴും പറയുന്നൊരു സ്ട്രാറ്റജി ഉണ്ട്, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാസ് ആകാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഏരിയാസിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയും, പാർട്ട് എയും പാർട്ട് സിയും നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പുഷ്പം പോലെ പാസ്സാകാൻ സാധിക്കും. കാരണം പാർട്ട് എയിൽ നമുക്ക് 7 ചോദ്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ പാർട്ട് സിയിൽ 4 എസ്സേയിൽ 2 എണ്ണം എഴുതിയാൽ മതി. ഈ 2 പാർട്ടിൽ നിന്നും ചോദ്യങ്ങൾ കിട്ടാൻ വളരെ ഈസിയാണ്. കാരണം പാർട്ട് എയിലുള്ള ചോദ്യങ്ങൾ 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങൾ ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിപ്പീറ്റ് ചോദ്യങ്ങളാണ്. അവരെല്ലാ പ്രാവശ്യം ഇടുന്നൊരു പാറ്റേൺ ഉണ്ട്. ഞാൻ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വരുന്ന ഒരു രീതി അറിയാൻ സാധിക്കും. കാരണം പാർട്ട് എയിലെ എല്ലാ പ്രാവശ്യം ഇടുന്നത് ബേസിക് ആയിട്ട് ഡെറിവേറ്റീവ് എന്താണെന്നോ, ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്, ഇപ്പോൾ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്, കറൻസി ഡെറിവേറ്റീവ്, അതുപോലെ തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ്, അങ്ങനെ ഡെറിവേറ്റീവ്സിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം എല്ലാ പേപ്പറിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ റിസ്ക് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക്, മാർക്കറ്റ് റിസ്ക്, കൺട്രി റിസ്ക്, ഇങ്ങനെ പലതരത്തിലുള്ള റിസ്കിലെ ഏതെങ്കിലും ഒരു ചോദ്യം എല്ലാ പ്രാവശ്യം ഇടുന്നുണ്ട്. ദെൻ ഓപ്ഷനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം എല്ലാ പ്രാവശ്യം വരുന്നുണ്ട്. പുട്ട് ഓപ്ഷനോ കോൾ ഓപ്ഷനോ അതല്ലെങ്കിൽ ജസ്റ്റ് ഓപ്ഷൻ,
ദെൻ സ്വാപ്പ് എന്താണ്, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് എന്താണ്, ഫോർവേഡ് എന്താണ്, ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം വരുന്നുണ്ട്. ദെൻ അത് മാത്രമല്ല ഫ്യൂച്ചേഴ്സിലെ ടൈപ്സിലെ ഏതെങ്കിലും ഒരെണ്ണം, ഇൻഡെക്സ് ഫ്യൂച്ചർ അതുപോലെ തന്നെ കറൻസി ഫ്യൂച്ചർ, ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും ആ ഒരു ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. ദെൻ സ്വാപ്പില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വാപ്പ്, അതിലേതെങ്കിലും ഒരെണ്ണം, ഇൻട്രസ്റ്റ് റേറ്റ്, ക്രെഡിറ്റ് ഡിഫോൾട്ട് സ്വാപ്പ്, റിവേഴ്സ് സ്വാപ്പ്, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവിനെ റിലേറ്റ് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള ഒരുപാട് ടേമുകളുണ്ട്. നമ്പർ 1 അണ്ടർലൈങ് അസറ്റ് എന്താണ്, അതുപോലെ തന്നെ സ്ട്രൈക്ക് പ്രൈസ് എന്താണ്, സ്പോട്ട് പ്രൈസ് എന്താണ്. ദെൻ ഓപ്ഷന്റെ കേസിലോട്ട് പോണ സമയത്ത് ഓപ്ഷൻ പ്രീമിയം എന്താണ്, മാർജിൻ എന്താണ്, മാർജിൻ സിസ്റ്റം, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള ഓപ്ഷന്റെ ഏരിയയില് സ്ട്രാഡില്, സ്ട്രാങ്കിള്, സ്ട്രാപ്പ്, സ്ട്രിപ്പ്, ഇതൊക്കെ എന്താണെന്ന് മാത്രം നിങ്ങൾ നോക്കി വെക്കുക. 2 വെയിറ്റേജിന്റെ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന മറ്റ് 1-2 ഏരിയ ആണ്. ദെൻ മേജർ പ്ലേയേഴ്സ് എന്ന് പറയാൻ നമുക്കുള്ളത് ഒരു 3 പ്ലേയേഴ്സ് ആണ്. ആർബിട്രേജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, ഹെഡ്ജേഴ്സ്, അതിലേതെങ്കിലും വരാറുണ്ട്. പിന്നെ നമുക്കറിയാം ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ OTC, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഉണ്ട്. സോ ഇതിൽ OTCനെ പറ്റിയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്ന വാറൻസ് എന്താണ്, ലീപ്സ് എന്താണ്, മിക്ക പേപ്പറിലും കാണാറുള്ളതാണ്. അതുപോലെ തന്നെ ഓപ്ഷനെ റിലേറ്റ് ചെയ്തിട്ട് ഇൻട്രൻസിക് വാല്യൂ എന്താണ്, ടൈം വാല്യൂ എന്താണ്, പിന്നെ VAR എന്താണ്. സോ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങളാണ് അവർ മാറ്റി ഇടാറ്. അപ്പോൾ ഒരു 7 ചോദ്യങ്ങളിൽ ഒരു 4 ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളും 3 എണ്ണമാണ് മാറ്റി പിടിക്കാറ്. ആ 4 ചോദ്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്ററിലെ ഡെറിവേറ്റീവിലെ പല ടൈപ്പുകളിൽ ഏതെങ്കിലും ഡെറിവേറ്റീവ് എന്താണ്, പിന്നെ റിസ്കിനെ പറ്റിയിട്ടുള്ള കുറച്ച് ചോദ്യം, ഓപ്ഷന്റെ ഡിഫറെന്റ് ടൈപ്സ് അതിലേതെങ്കിലും, പിന്നെ ഞാൻ പറഞ്ഞു ഈ പറയണ 4 എണ്ണം ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്പ്, ഓപ്ഷൻ, ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ ബേസിക് ടേമുകൾ, അണ്ടർലൈങ് അസറ്റ്, സ്ട്രൈക്ക് പ്രൈസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് പാർട്ട് A ഈസി ആയിട്ട് കിട്ടും 4 എണ്ണം. ദെൻ അപ്പോൾ ഈ 2 വെയിറ്റേജ് ചോദ്യം പഠിച്ച് അവസാനിപ്പിക്കാൻ അധികം സമയം വേണ്ട. ദെൻ ഇനി എസ്സേയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ 4 എസ്സേയിൽ 2 എണ്ണം എഴുതിയാൽ മതി. സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 2 എസ്സേ വരെ ലഭിക്കും. അതിലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കുട്ടികൾക്ക് സപ്പോർട്ടീവായിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ആദ്യത്തെ പാർട്ടായിട്ടുള്ള റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. റിസ്ക് എന്താണ്, റിസ്ക് മാനേജ്മെന്റ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക് എന്താണ്, അങ്ങനെ റിസ്ക് മാനേജ്മെന്റിനെ പറ്റിയിട്ടുള്ള ഒരു എസ്സേ, അതിന്റെ നീഡ്, സിഗ്നിഫിക്കൻസ്, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേക്ക് വരുന്നുണ്ട്. അതല്ലെങ്കിൽ അവരത് പാർട്ട് ബിയിലും ഇടുന്നുണ്ട്. അപ്പോൾ റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ വരാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം, പേപ്പറിൽ റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സിനെ റിലേറ്റ് ചെയ്തിട്ട് ബേസിക് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിന്റെ അവസാനം കാണാൻ സാധിക്കും. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, പിന്നെ സെബിയുടെ. അപ്പോൾ ഇങ്ങനെ ഡെറിവേറ്റീവ്സിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ ഒരെണ്ണം ചാപ്റ്റർ നമ്പർ 1 നമുക്ക് കാണാൻ സാധിക്കും. അതും എസ്സേക്ക് വരുന്നതാണ്. ഈ 2 ടോപ്പിക്കും ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ എസ്സേക്ക് കാണാറുള്ളതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ എസ്സേ ഒരെണ്ണം കിട്ടും, ചിലപ്പോൾ 2 എണ്ണം വരെ കിട്ടാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു എസ്സേക്ക് ചാപ്റ്റർ നമ്പർ 5 സ്വാപ്പ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വാപ്പ് എസ്സേക്ക് വരാറുള്ളതാണ്. അതുപോലെ തന്നെ ഓപ്ഷനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം, ഒരു പ്രാവശ്യം സ്വാപ്പ് ഇട്ട പിന്നെ ഓപ്ഷനാണ് ചോദിക്കുക, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഓപ്ഷൻ സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്ഷൻ, പിന്നെ ചില സമയത്ത് ബ്ലാക്ക് ഷോൾ മോഡലിനെ പറ്റിയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. അതിനേക്കാൾ ബെറ്റർ മറ്റു ചോദ്യങ്ങളിലോട്ട് പോകുന്നതാണ്. ഫ്യൂച്ചേഴ്സിന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് കറൻസി ഫ്യൂച്ചറിനെ പറ്റിയിട്ട് അതിന്റെ സ്ട്രാറ്റജീസ്, ഹെഡ്ജിങ്, അത് മറ്റൊരു ചോദ്യമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് ഒരു എസ്സേയും, നേരത്തെ പറഞ്ഞ ചാപ്റ്റർ നമ്പർ 2 അതുപോലെ തന്നെ 5 പഠിച്ചാൽ മറ്റൊരു എസ്സേ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ സാധിക്കും. സോ അങ്ങനെ 4 എണ്ണത്തിൽ 2 എണ്ണം അങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ് വളരെ കുറവാണ് ഈ പറഞ്ഞ ചോദ്യങ്ങളിലൊക്കെ. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഇത്രയെങ്കിലും നോക്കിയാൽ നമുക്ക് പാർട്ട് എയും പാർട്ട് സിയും പുഷ്പം പോലെ കിട്ടും. 4 ചോദ്യങ്ങളിൽ 2 എണ്ണം എഴുതിയാൽ മതി എസ്സേ. പിന്നെ നമുക്ക് അറിയുന്ന പോലെ ഈ ചോദ്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ പല ചോദ്യങ്ങളും പാർട്ട് ബിയിലും കാണാൻ സാധിക്കും. പിന്നെ റിപ്പീറ്റ് ആയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങളെ എപ്പോഴും ഒരെണ്ണം ഇടാറുണ്ട്. അപ്പൊ ഫോർവേഡും ഫ്യൂച്ചറാണ് മിക്ക പേപ്പറിലും കാണാറ്.
അതുപോലെ തന്നെ ഓപ്ഷനും അങ്ങനെയുള്ള പല ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങളില്ലേ, അതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടുവരാറ് ഫോർവേഡും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ റിസ്ക് മാനേജ്മെന്റിന്റെ ഏതെങ്കിലും ഒരു ചോദ്യം, ഡെറിവേറ്റീവിന്റെ ഏതെങ്കിലും ഒരു ചോദ്യം, അപ്പോൾ ഇതൊക്കെ 2 വെയിറ്റേജിന് 2 വരെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാറുണ്ട്. പിന്നെ സ്വാപ്പിന്റെ ബേസിക് ചോദ്യങ്ങൾ 5th ചാപ്റ്ററിൽ നിന്ന്, സെക്കൻഡ് ചാപ്റ്ററിൽ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി കറൻസി ഫ്യൂച്ചർ, ഫോർവേഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പിന്നെ മാർജിൻ സിസ്റ്റം റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. മാർജിൻ സിസ്റ്റം, OTCയും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ട്രേഡഡും ഉണ്ട്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഓപ്ഷന്റെ കേസിലോട്ട് പോണ സമയത്ത് ബൈനോമിയൽ ഓപ്ഷൻ മോഡലോ ബ്ലാക്ക് ഷോളോ അതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാറുണ്ട്. ഓപ്ഷന്റെ ബേസിക് ചോദ്യങ്ങൾ. അങ്ങനെ പാർട്ട് ബിയിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇങ്ങനെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളടുത്ത് പറയാനുള്ള എയും സിയും നോക്കി കഴിഞ്ഞാൽ തന്നെ പാസ്സാകാൻ സാധിക്കും. ഇതിൽ പറഞ്ഞ പല ചോദ്യങ്ങളും നമുക്ക് പാർട്ട് ബിയിലും കാണാൻ സാധിക്കും. ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പാസ്സാകാൻ പറ്റും. ഓൾറെഡി എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് മനസ്സിലാക്കി പോയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആൻഡ് റിസ്ക് മാനേജ്മെന്റിനെ പറ്റിയിട്ട് പറയാനുള്ള. സബ്ജക്റ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളും കൺഫ്യൂഷനും ഒക്കെ വരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്മാർട്ടായിട്ട് വരുന്ന ഏരിയാസ് പിക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈവനിങ്ങിന് നമ്മൾ എക്സാം റിലേറ്റഡ് ലൈവിൻ്റെ സെക്കൻഡ് പാർട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് സംശയങ്ങളുള്ള എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. സോ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.